അപ്പോൾ നമുക്കിന്ന് ജീവിതയാത്രയിലെ ചെറിയ 4 കാര്യങ്ങളിലൂടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് പങ്കുവെക്കാം. ഒന്നാമത്തേതായിട്ട് പറയേണ്ടതാണ് കുതിപ്പ്. കുതിപ്പ് എന്നൊക്കെ പറയണത് എൻ്റെയൊക്കെ ഒരു പ്രായം. ഈ ഒരു പ്രായത്തിൽ നമ്മൾ എല്ലാം വെട്ടിപ്പിടിക്കാനുള്ള യാത്രയിലാണല്ലേ. അപ്പോൾ നമ്മുടെ ഈ യാത്രയിൽ നമ്മൾ പലരെയും കണ്ടില്ല, അല്ലെങ്കിൽ അവഗണിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ഒരു യാത്രയിൽ അവരെല്ലാം നമ്മൾ ഒഴിവാക്കുന്നുമുണ്ട്. അപ്പം നമ്മളെല്ലാം ഇങ്ങനെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ യാത്ര ചെയ്യുകയാണ്. അപ്പം നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് ശേഷം നമുക്കെല്ലാവർക്കും കിതപ്പ് എന്ന് പറയുന്ന ഒരു പ്രായമുണ്ട്. നമ്മളൊരു 10 നിലയുള്ള ഒരു കെട്ടിടത്തിൻ്റെ മുകളിലോട്ട് സ്റ്റെപ്പ് വഴി കയറുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു കിതപ്പ് പോലെ നമുക്ക് ആ ഒരു കിതപ്പ് നമുക്ക് അനുഭവപ്പെടും. നമുക്ക് വീണ്ടും വെട്ടിപ്പിടിക്കാനുള്ള ആ ഒരു ഊർജവും ആ ഒരു ആർജവ ശക്തിയും ഒക്കെ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം. നമ്മുടെ ഈ കിടപ്പിൻ്റെ കാലഘട്ടത്തിലോട്ട് എത്തുമ്പോൾ നമ്മൾ ഒരുപക്ഷെ അവഗണിക്കുകയുണ്ടായിട്ടുള്ളത് നമ്മുടെ മക്കളെയോ ഇല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളെയോ അങ്ങനെയുള്ള ബന്ധുമിത്രാദികളൊക്കെ ആയിരിക്കും. ആ ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ അവർ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കണമെന്നില്ല, ഒരുറപ്പുമില്ല. കാരണം നമ്മൾ അത്രമാത്രം തെറ്റുകുറ്റങ്ങളായിരിക്കും നമ്മുടെ കുതിപ്പിൻ്റെ കാലഘട്ടത്ത് നമ്മൾ അവരോട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രവർത്തികൾ എന്തു തന്നെ ആയാലും നമ്മുടെ പ്രവർത്തനങ്ങൾ അത്രമാത്രം സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഈ കിടപ്പിൻ്റെ ഒരു കാലഘട്ടത്തിന് ശേഷം നമുക്ക് വീണ്ടും വരുന്നത് നമ്മളെ എടുക്കുന്ന ഒരു കാലഘട്ടം. അതായത് നമ്മൾ മരിച്ചു കഴിഞ്ഞ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് പോലെ തന്നെ നമ്മളെ സർവശക്തൻ മേലോട്ട് എടുക്കുന്ന ഒരു കാലഘട്ടം. അങ്ങനെയാണ് നാട്ടുഭാഷയിൽ പറയപ്പെടുക. ആ ഒരു കാലഘട്ടത്തിലോട്ടാണ് നമ്മൾ എത്തപ്പെടുക. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മുടെ കുതിപ്പിൻ്റെ കാലത്ത് നമ്മൾ വെട്ടിപ്പിടിച്ച ഒന്ന് തന്നെയും നമ്മളോട് കൂടെ ഈ ഒരു എടുപ്പിൻ്റെ കാലത്ത് ഉണ്ടായിരിക്കുകയില്ല. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതുപോലെ പഴുത്തല വീഴുമ്പോൾ പച്ചില ചിരിക്കരുത് എന്നൊരു പഴമൊഴിയുണ്ട്. ആ ഒരു പഴമൊഴി അർത്ഥമാക്കുക, പച്ചില എന്ന് പറയണത് വളരെ എനർജറ്റിക് ആയിട്ടുള്ള മരങ്ങളിൽ കാണപ്പെടുന്ന ഒരു വസ്തുവാണ്. അതിനുശേഷം പഴുത്ത ഒരവസ്ഥയിലോട്ടെത്തുമ്പോൾ അത് കൊഴിഞ്ഞു വീഴുന്ന ആ ഒരു സാഹചര്യം എത്തപ്പെടും. ഈ ഒരു കൊഴിഞ്ഞു വീഴുന്ന സാഹചര്യം തന്നെയാണ് നമ്മുടെ ഒരു കിടപ്പിൻ്റെ സാഹചര്യത്തിലും ഇല്ലെങ്കിൽ നമ്മളുടെ എടുപ്പിൻ്റെ സാഹചര്യത്തിലും കാണപ്പെടുക. അപ്പോൾ നമ്മളെല്ലാവരെയും കിടക്കുന്ന ഒരു സാഹചര്യത്തിലും ഇല്ലെങ്കിൽ എടുക്കുന്ന ഒരു സാഹചര്യത്തിലും നമ്മളൊരു പഴുത്തലയുടെയും പച്ചിലയുടെയും കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ കുതിപ്പിൻ്റെ കാലഘട്ടത്ത് നമ്മൾ കുതിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളിൽ കുതിക്കേണ്ടതായിട്ടില്ല എന്നല്ല അർത്ഥമാക്കുക. നമ്മൾ കുതിക്കേണ്ടുന്ന പ്രായത്തിൽ വേണ്ടുന്ന കാര്യങ്ങളിൽ കുതിക്കണം. എന്നാൽ അത് ദൈവവചനങ്ങൾക്കും ഇല്ലെങ്കിൽ ദൈവാധീനമായിട്ടും അല്ലാതെ അതിനെല്ലാം വിപരീതമായിട്ട് നമ്മൾ മുന്നോട്ട് കുതിക്കുമ്പോൾ കർമ്മ എന്ന് പറയുന്ന ആ ഒരു പ്രവർത്തനത്തെ നമ്മൾ ആസ്പദമാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും കർമ്മയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കൂടി കർമ്മ എന്ന് പറയുന്ന കാര്യം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നുണ്ട്. ഒന്ന് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകും. നമ്മൾ വലിയൊരു തെറ്റ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് പിന്നോട്ട് പോകുന്ന വലിയൊരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ അത് കർമ്മയുടെ ബലമായിട്ട് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം പറയേണ്ടതായിട്ടുള്ളത്, നമ്മുടെ മരണശേഷം 3 കഷ്ണം തുണിയും 2 കഷ്ണം പഞ്ഞിയും മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുകയുള്ളൂ. നമ്മുടെ കുതിപ്പിൻ്റെ കാലത്ത് നമ്മൾ വെട്ടിപ്പിടിച്ച ഒന്നും തന്നെ നമ്മുടെ കൂടെ വരികയില്ല. 3 കഷ്ണം തുണി എന്ന് പറയുന്നത് നമ്മുടെ തലയ്ക്ക് കെട്ടുന്നൊരു കെട്ടും കൈക്ക് കെട്ടുന്നൊരു കെട്ടും അതോടൊപ്പം നമ്മുടെ കാലിൽ കെട്ടുന്നൊരു കെട്ടും, ഈ ഒരു 3 കെട്ടുകൾ മാത്രം, അതാണ് 3 കഷ്ണം തുണി എന്ന് പറയുന്നത്.
ഈ ഒരു തുണി നമ്മളോട് കൂടെ നമ്മുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ നമ്മളോടൊപ്പം കൂടെ ഉണ്ടായിരിക്കും. അതോടൊപ്പം 2 കഷ്ണം പഞ്ഞി, നമ്മുടെ മൂക്കിൽ വെക്കുന്ന 2 കഷ്ണം പഞ്ഞി. ഈ 2 പഞ്ഞിയും ഈ 3 കഷ്ണം തുണിയും അല്ലാതെ, അത് നമ്മൾ വെട്ടിപ്പിടിച്ച ഒന്നുമല്ല, നമ്മൾ സമ്പാദിച്ചതുമല്ല. നമ്മുടെ ബന്ധുമിത്രാദികൾ, ഇല്ലെങ്കിൽ നമ്മുടെ അയൽക്കാർ, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ നമുക്ക് വേണ്ടിയിട്ട് സംഭാവന ചെയ്ത 2 വസ്തുക്കൾ മാത്രമാണത്. അപ്പോൾ ഈ 5 കഷ്ണം വസ്ത്രത്തിൻ്റെ പീസ് മാത്രമേ നമ്മളോടൊപ്പം അവസാന നിമിഷത്തിൽ നമ്മളോടൊപ്പം മേലോട്ട് പോവുകയുള്ളൂ. മേലോട്ട് പോകുമെന്നും പറയുന്നില്ല, കാരണം ഇത് മണ്ണിലടിഞ്ഞ് ചേരുകയാണ്. ഇപ്പോൾ ഹിന്ദു വിശ്വാസ പ്രകാരമാണെങ്കിൽ നമ്മളെ ദഹിപ്പിക്കുകയാണ്. ദഹിപ്പിക്കുമ്പോൾ ഇത് തീജ്വാലയായി ഇത് വായുവിൽ അലിഞ്ഞു ചേരുന്നു. ക്രിസ്തീയ വിശ്വാസപ്രകാരമോ ഇല്ലെങ്കിൽ മുസ്ലിം വിശ്വാസപ്രകാരമാണെങ്കിൽ ഇത് മണ്ണിലടിഞ്ഞു ചേരുകയാണ്. അപ്പോൾ ഈ 5 കഷ്ണം തുണിക്കഷ്ണങ്ങൾ മാത്രമാണ് നമ്മളോടൊപ്പം കൂടെ ഉണ്ടായിരിക്കുക. അല്ലാതെ നമ്മളോടൊപ്പം ഒന്നും തന്നെ കൂടെ ഉണ്ടാകുകയില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ കൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്, നമ്മുടെ മക്കൾ ഇല്ലെങ്കിൽ നമ്മുടെ ഭാര്യ, അങ്ങനെയുള്ള ബന്ധുമിത്രാദികളോടൊപ്പം ഞാനെല്ലാം വെട്ടിപ്പിടിച്ച് എൻ്റെ സുഹൃത്ത് ബന്ധങ്ങളെ ഇല്ലെങ്കിൽ എൻ്റെ ബന്ധുമിത്രാദികളെല്ലാം അകറ്റി ഞാൻ മുന്നോട്ട് ജീവിച്ചതിന് ശേഷം ഞാൻ മരിച്ച് മേലോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന 5 കഷ്ണം തുണിക്കപ്പുറം ഒന്നും തന്നെ എന്നോടൊപ്പം കൂടെ ഉണ്ടായിരിക്കില്ല എന്നുകൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ജീവിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ബന്ധുമിത്രാദികളെയും സുഹൃത്ത് ബന്ധങ്ങളെയൊക്കെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മുടെ കുതിപ്പിൻ്റെ കാലത്ത് എല്ലാം വെട്ടിപ്പിടിച്ച് ജീവിക്കുന്ന, മുന്നോട്ട് നമ്മൾ യാത്ര ചെയ്യുന്ന ഒരു കാലത്ത് നമ്മൾ വിചിന്തനത്തോടുകൂടി പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ മരണശേഷം ഈ 5 കഷ്ണം തുണിക്കഷ്ണങ്ങൾ മാത്രമാണ് നമ്മളോടൊപ്പം കൂടെ ഉണ്ടായിരിക്കുക എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ കുതിപ്പ് മുന്നോട്ട് നയിക്കാമെന്ന് ഒരു വിശ്വാസത്തോടു കൂടി എൻ്റെ ഒരു വീഡിയോയിൽ എന്നെ ശ്രദ്ധിച്ച എല്ലാവരോടും എൻ്റെ നന്ദി. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ചിന്തയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്ന് ശുഭപ്രതീക്ഷയോടുകൂടി നന്ദി, നമസ്കാരം. Nithya Sahayakan Charitable Trust. Making a difference through compassionate giving.